മാനന്തവാടി നഗരസഭയിലെ പഞ്ചാരക്കൊല്ലി, പിലാക്കാവ്, ജെസി, ചിറക്കര ഡിവിഷനുകളിൽ നിരോധനാജ്ഞയാണ് ഇന്ന്. കടുവ സമീപത്തെ കാട്ടിൽ തന്നെയുണ്ട് എന്നൊരു നിഗമനത്തിലാണ് ദൗത്യസംഘം തൃശൂരിൽ നിന്ന്. അതിരപ്പള്ളിയിലെ ഇന്ന് നമുക്കറിയാം, ഇന്നലെ ആ ദൗത്യം പൂർത്തിയാക്കി ഡോക്ടർ അരുൺ സക്രിയും ടീമും ഇന്ന് ഉച്ചയോടെ വയനാട്ടിലേക്ക് എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് വയനാട്ടിലേക്ക്, രാധയുടെ വീട്ടിലേക്ക് പോകാം. മനസ്സിനെ ഉലയ്ക്കുന്ന ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കമൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രധാനമായും ഇന്ന് സംസ്കാര നടപടികൾ നടക്കുകയാണ്. നാട്ടുകാരുടെ പ്രതിഷേധം, നാട്ടുകാരുടെ ആശങ്ക, നാട്ടുകാരുടെ ആ വേദന, ഇതെല്ലാം കമൽ അവിടുന്ന് നേരിട്ട് അറിയുന്നുണ്ട്. എന്താണിപ്പോൾ നാട്ടുകാർ പറയുന്നത്? അവരേതെങ്കിലും തരത്തിൽ ഈ ഒരു ദുരന്തം ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഒപ്പം തന്നെ കടുവ അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് കൂട് സ്ഥാപിക്കുന്നത്. ആശങ്ക തുടരുകയല്ലേ വയനാട്ടിൽ? മാർഷൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് രാധയുടെ വീട്ടിലാണ്. ഈ തറാട്ട് എന്ന സ്ഥലമാണിത്. പഞ്ചാരിക്കൊല്ലയ്ക്ക് തൊട്ടടുത്ത് തന്നെയുള്ള തറാട്ട് എന്ന സ്ഥലത്താണ് രാധയുടെ വീട്. അവിടെ മൃതദേഹം എത്തിച്ചപ്പോൾ തന്നെ അതിവൈകാരികമായ രംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിനിടയ്ക്ക് രാധയുടെ മകൾ കുഴഞ്ഞു വീണു. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ബന്ധുക്കൾ അവസാന ചടങ്ങുകൾക്കായി കാത്തു നിൽക്കുകയാണ്. 11 മണിയോടെ തൊട്ടടുത്ത് അവരുടെ വീടിന് മുകളിലുള്ള പറമ്പിലാണ് സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. അങ്ങോട്ട് മൃതദേഹം എത്തും. അവിടെ അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാണ്. മന്ത്രി OR കേളു തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നുണ്ട്. അദ്ദേഹം മുകളിലെ സ്ഥലത്തും പോയി അതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം ഇപ്പോൾ വീട്ടിൽ തന്നെയുണ്ട്. ഈ ഗോത്രാചാര പ്രകാരമുള്ള ചില ചടങ്ങുകളുണ്ട്. അത് പൂർത്തിയാക്കിയ ശേഷമായിരിക്കും സംസ്കാരത്തിലേക്ക് കടക്കുക. കടുവയ്ക്കായുള്ള തിരച്ചിൽ ഒരു വശത്ത് നടക്കുന്നു. ഇതിന്റെ മുകളിൽ, മലമുകളിലാണ്, പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ മുകളിലാണ് വനംവകുപ്പിന്റെ ഓപ്പറേഷൻ നടക്കുന്നത്. അവിടെ നിന്ന് ആളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ട്. പ്രിയദർശിനി എസ്റ്റേറ്റിലെ ക്യാമ്പ് ഓഫീസിലാണ് ഉന്നത ഉദ്യോഗസ്ഥരും മറ്റാളുകളുമൊക്കെ ക്യാമ്പ് ചെയ്യുന്നത്. ഈ കടുവ ഉള്ള സ്ഥലത്തേക്ക് കൂടുതൽ ആളുകൾ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോലും വളരെ കുറച്ച് ആളുകൾ മാത്രം അങ്ങോട്ട് പോയാൽ മതി, ആവശ്യമുള്ള ആളുകൾ മാത്രം എന്നുള്ളതാണ് തീരുമാനം. കടുവ ഒരു മേഖലയിൽ തന്നെ ഉണ്ട്, അവിടെ വിട്ടു പോയിട്ടില്ല എന്ന നിഗമനത്തിലാണ് വനംവകുപ്പ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ബഹളമുണ്ടാക്കി അതിനെ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നീട് കിട്ടാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് കൂടുതൽ ആളുകൾ അങ്ങോട്ട് പോകേണ്ട എന്നുള്ള തീരുമാനത്തിലാണ്. നോർത്തേൺ സർക്കിൾ CCF ദീപ നേരിട്ടാണ് ഈ ഓപ്പറേഷന് നേതൃത്വം നൽകുന്നത്. അവർ ക്യാമ്പ് ഓഫീസ്, അവിടെ ഗസ്റ്റ് ഹൗസിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ വീട്ടിൽ ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക്, സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോഴും നിരവധി ആളുകൾ ഈ പ്രദേശത്ത് തോട്ടം മേഖലയാണ്. അവിടെ നിന്നൊക്കെയുള്ള തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 11 മണിക്ക് അപ്പുറത്തേക്ക് പോകില്ല എന്നാണ് രാധയുടെ ബന്ധു അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. 11 മണിക്ക് തന്നെ സംസ്കാരത്തിനുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. ഇന്ന് രാവിലെ 8:30യോടെയാണ് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ നിന്ന് ബന്ധുക്കൾ രാധയുടെ മൃതദേഹം ഏറ്റുവാങ്ങിയത്. അവിടെ നിന്ന് നേരെ ഈ തറാട്ടുള്ള, പഞ്ചാരക്കൊല്ലിക്കടുത്ത് തറാട്ടുള്ള വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ വീട്ടിൽ ആളുകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള സൗകര്യമാണ്. കുടുംബാംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് വീട്ടിൽ ഇപ്പോഴുള്ളത്. മന്ത്രി OR കേളു ഉൾപ്പെടെയുള്ള കമലിലേക്ക് മടങ്ങി വരാം. 11 മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആളുകൾ അത് പല ഭാഗങ്ങളിൽ നിന്ന് രാധയെ അവസാനമായി നോക്കിക്കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവർക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ അപ്രതീക്ഷിതമായി ഉണ്ടായൊരു ആക്രമണമാണ്. കുടുംബക്കാരൊക്കെ അത്രയും വേദനയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ ഒരു പ്രതികരണം കൂടി കേട്ടിട്ട് കമലിലേക്ക് തിരികെ വരാം. കേന്ദ്ര വനം നിയമത്തെ പഴിക്കുകയാണ് വനംവകുപ്പ് മന്ത്രി. 72ലെ വന്യജീവി സംരക്ഷണ നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നാണ് മന്ത്രി പറയുന്നത്. നാളെ വയനാട്ടിൽ പ്രത്യേക യോഗം ചേരുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറയുന്നു. വനംവകുപ്പ് നാളിതുവരെ സ്വീകരിച്ച നടപടികളുടെ ഫലമായിക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടായതായി, നേട്ടമുണ്ടായതായി, പ്രയോജനമുണ്ടായതായി ജനങ്ങൾക്ക്, കർഷക സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. അത് അങ്ങനെ ബോധ്യപ്പെടാത്തതുകൊണ്ടാണ് അവരിൽ നിന്നും പ്രതിഷേധം ഉയർന്നു വരുന്നത്. അതുകൊണ്ട് ആ പ്രതിഷേധങ്ങളെ ഞാൻ ന്യായമായ പ്രതിഷേധം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 11 മണിക്ക് വയനാട്ടിൽ വെച്ച് വനംവകുപ്പിലെ മുഖ്യ വനപാലകൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസ് സംവിധാനത്തിൻ്റെയും സഹായത്തോടുകൂടി ആലോചനാ യോഗം നടക്കുന്നുണ്ട്. പലവട്ടം പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പാകെ ഒരു സമഗ്രമായ പദ്ധതി ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ആ പദ്ധതി ഒന്ന് വായിച്ചു നോക്കാൻ പോലും ഇതുവരെ ദൗർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് സമയം കിട്ടിയിട്ടില്ല. ഒരു ഉത്തരവ് പറയൽ അത് അവർ പറഞ്ഞത് അത് അംഗീകരിക്കാൻ സാധ്യതയില്ല. അതിന് അംഗീകരിക്കാം, പക്ഷേ സാമ്പത്തിക സഹായം നൽകാൻ കഴിയില്ല. അപ്പോൾ സാമ്പത്തികം കൂടിയാണല്ലോ ഇതിനാവശ്യം.